ജയസൂര്യയും സരിതയും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വർഷങ്ങളായിരുന്നു കഴിഞ്ഞുപോയ വർഷങ്ങൾ. ജയസൂര്യയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നതുമൊക്കെ ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ കാണുന്നത് ഇപ്പോൾ സരിതയുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ തന്നെയാണ്. സരിതയുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് ജയസൂര്യ തന്നെയായിരുന്നു. സന്തോഷങ്ങൾ മാത്രം പുറത്തറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ജയസൂര്യ. എന്നാൽ ഉള്ളിലെ സങ്കടങ്ങളൊന്നും അധികം അദ്ദേഹം ആരെയും അറിയിക്കാറില്ല. അമ്മായിയമ്മയുടെ പിറന്നാൾ ഗംഭീരമാക്കി ആഘോഷിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. എന്നാൽ സ്വന്തം അമ്മ മരിച്ചപ്പോൾ നിങ്ങൾ ആരെയും അറിയിച്ചില്ലല്ലോ. ഇതാണ് പലരും ഇതിന് താഴെ ചോദിക്കുന്നത്. എന്നാൽ സങ്കടങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതിലല്ല കാര്യമെന്നും മറിച്ച് ഒരു സന്തോഷ വാർത്ത ഉണ്ടായാൽ അതെല്ലാവരെയും അറിയിക്കുന്നതിൽ തന്നെയാണ് കാര്യമെന്നും ആ ഒരു രീതി എടുത്തു നോക്കിയാൽ ജയസൂര്യയുടെ ഭാഗം തന്നെയാണ് ശരിയെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട്. വിമർശിക്കേണ്ടവർക്ക് എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം. ജയസൂര്യയുടെ അമ്മ മരിച്ച വിവരം അദ്ദേഹം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളോടൊപ്പം പറയേണ്ടത്? അദ്ദേഹത്തിനുള്ള വിഷമം എങ്ങനെയാണ് നിങ്ങളെ അറിയിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് വിഷമമില്ല എന്നാണോ? എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവരായിരിക്കില്ല സത്യമെന്നത്. അവരുടെ ഉള്ളിലെ സ്നേഹം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ പോലെ തന്നെയാണ് ജയസൂര്യയും. ഒരുപക്ഷെ ജയസൂര്യയുടെ അമ്മ മരിച്ച വിവരം അദ്ദേഹത്തിന് പറയാനുള്ള ഒരു മാനസിക സ്ഥിതി ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാവാം, നമുക്കറിയില്ലല്ലോ. പക്ഷേ എന്ത് തന്നെ ആയാലും അത് പ്രേക്ഷകരെ സംബന്ധിച്ചറിയേണ്ട കാര്യമേ അല്ല. ഒരു തവണയെങ്കിൽ ഒരു തവണ ജയസൂര്യയെക്കുറിച്ച് അറിയുന്നവരും ജയസൂര്യയുടെ കുടുംബവുമായി അടുപ്പമുള്ളവർക്കും ഇത് പറയാൻ സാധിക്കില്ല. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെ മരിക്കുവോളം നോക്കിയിരുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. മക്കളുടെ പഠനാവശ്യവും സരിതയുടെ ബൊട്ടീക്ക് തിരക്കുകൾക്കും ഇടയിലാണ് ഈ കുടുംബം അവരുടെ അമ്മുമ്മയുടെ അരികിലേക്കും, അതായത് ജയസൂര്യയുടെ അമ്മയുടെ അരികിലേക്ക് പോകാനുള്ള സമയം കണ്ടെത്തിയിരുന്നു. എപ്പോഴും അവിടേക്ക് ഓടി ചെല്ലുമായിരുന്നു. അമ്മുമ്മ എന്ന് വിളിച്ച ജയസൂര്യയുടെ 2 മക്കളും എപ്പോഴും ജയസൂര്യയുടെ അമ്മയുടെ അരികിൽ തന്നെ എപ്പോഴും കുട്ടികൾ നിൽക്കാറുണ്ടായിരുന്നു എന്നത് പലർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജയസൂര്യ എങ്ങനെയാണ് തൻ്റെ അമ്മയെ നോക്കിയിരുന്നതെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാൻ മാത്രമേ സാധിക്കൂ. എന്താണ് സത്യമെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഓരോ തവണയും പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി മാത്രമാണ് ഇത് മാറുന്നത്. ഒരു നല്ല വാർത്തയ്ക്ക് താഴെ ഇത്തരത്തിൽ വിമർശനങ്ങൾ എന്തിനാണ് പങ്കുവയ്ക്കുന്നത്? ജയസൂര്യയുടെ അമ്മ മരിച്ച വിവരം ജയസൂര്യ പറഞ്ഞില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മറ്റൊരമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചുകൂടെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.